പ്രൈസ് ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. കണ്ണിന്റെ ചുറ്റുമുള്ള കറുത്ത പാടുകൾ മാറാൻ ഞാൻ വേറെയും വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളിൽ പലരും ട്രൈ ചെയ്തിട്ട് അതിന് നല്ല റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അതേ ടോപ്പിക്കിൽ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വേറെ നല്ല റിസൾട്ട് കിട്ടുന്ന ചില ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നു. ഇളം ചൂട് പാലിൽ ഒരു കഷണം കോട്ടൺ, അതായത് പഞ്ഞി, നല്ലതുപോലെ മുക്കി വെച്ച ശേഷം ഈ പഞ്ഞി എടുത്ത് ജസ്റ്റ് ഒന്ന് പിഴിയുക. മൊത്തത്തിൽ അങ്ങ് പിഴിയരുത്. അതായത് നമ്മുടെ കണ്ണിന് മുകളിൽ വെക്കുമ്പോൾ ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി ലേശം ഒന്ന് പിഴിഞ്ഞ ശേഷം ഈ പഞ്ഞി നമ്മുടെ കണ്ണിന്റെ മുകളിൽ 10-15 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഇടയ്ക്ക് ഈ പഞ്ഞി വീണ്ടും ഈ പാലിൽ മുക്കി വെച്ചാലും കുഴപ്പമില്ല, നല്ലതാണ്. അതായത് പഞ്ഞി ഉണങ്ങുന്നുവെങ്കിൽ മുക്കിയിട്ട് വീണ്ടും കണ്ണിന് മുകളിൽ വെക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു 10-15 മിനിറ്റ് വെക്കുക. അതിനുശേഷം കഴുകി കളയാം. ഇപ്രകാരം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. 1-2 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ കണ്ണിന്റെ ചുറ്റുമുള്ള കറുപ്പ് നിറം മാറിക്കിട്ടും. രണ്ടാമത്തെ ടിപ്പ്, ലേശം പശുവിൻ പാലിൽ ലേശം ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ്, ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിക്കുക. അതിനുശേഷം ഇത് ഡയറക്റ്റ് നമ്മുടെ കണ്ണിന്റെ ചുറ്റും അപ്ലൈ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പഞ്ഞിയിൽ മുക്കി കണ്ണിന്റെ മുകളിൽ വെക്കാം. നിങ്ങൾക്ക് എങ്ങനെ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഡയറക്റ്റ് വെക്കുന്നുവെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യുക. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് ഇച്ചിരി ഉണങ്ങുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യുക. ഇതും ഒരു 10 മിനിറ്റ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം സാദാ വെള്ളത്തിൽ കഴുകിക്കളയാം. വെള്ളരിക്ക തൊലിയും കുരുവും ഒക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുത്ത് അതിന്റെ ജ്യൂസ് എടുക്കണം. എന്നിട്ട് ഈ ജ്യൂസിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് കണ്ണിന്റെ കറുപ്പുള്ള ഭാഗങ്ങളിൽ പുരട്ടുക. ഇതും 10-15 മിനിറ്റ് നേരം വെച്ചേക്കണം. പെട്ടെന്ന് കഴുകി കളയരുത്. കഴുകുമ്പോൾ സാദാ വെള്ളത്തിൽ കഴുകാം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ലേശം ബദാം ഓയിലിൽ, അതായത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ പ്യുവർ ആൽമണ്ട് ഓയിൽ, അതിനകത്ത് ലേശം ചെറുനാരങ്ങ നീര് മിക്സ് ചെയ്ത ശേഷം കണ്ണിന്റെ കറുപ്പുള്ള ഭാഗങ്ങളിൽ, അതായത് കൺപോളകൾക്ക് ചുറ്റും നന്നായിട്ട് തേച്ച് പുരട്ടുക. ഇത് നിങ്ങൾക്ക് ഇറിറ്റേഷനായി തോന്നുന്നു എങ്കിൽ ഒരു 5-10 മിനിറ്റ് കഴിയുമ്പം കഴുകിക്കളയാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു തുണി കൊണ്ട് തുടച്ച് കളയാം. അതല്ല കുഴപ്പമൊന്നുമില്ല എങ്കിൽ കഴുകിക്കളയേണ്ട ആവശ്യമില്ല. അത് അവിടെ തന്നെ ഇരിക്കട്ടെ, പ്രശ്നമില്ല. അപ്പോൾ കണ്ണിന്റെ ചുറ്റും കറുത്ത പാടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.